കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക വചന സന്ദേശങ്ങൾ ധ്യാനിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും തക്കോണം കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ഇത് നമ്മൾ പുതിയ ഒരു വചന ചിന്ത ആരംഭിക്കുകയാണ്. അതിനായി നമുക്ക് 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കാം. എന്നാൽ ഗിലെയാദിലെ തിഷ്ബയിൽ നിന്നുള്ള തിഷ്ബനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞതല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. നമ്മൾ സാധാരണയായിട്ട് പുതിയ നിയമ പുസ്തകങ്ങളിൽ നിന്നുമാണ് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് എടുക്കുവാൻ കാരണം പഴയ നിയമ പുസ്തകങ്ങളിലെ പല സംഭവങ്ങളിലൂടെ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും എങ്ങനെയാണ് ദൈവം തൻ്റെ മക്കളെ ഉപയോഗിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പുതിയ നിയമത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, പഴയ നിയമത്തിലെ ഓരോ കാര്യങ്ങളും നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചതാണ്. ഇതെല്ലാം നമുക്ക് മാതൃകകളാണ്. അതുകൊണ്ട് പഴയ നിയമത്തിലെ ഓരോ വേദഭാഗങ്ങളും നമ്മൾ ധ്യാനിക്കുന്നത് വളരെയധികം അനുഗ്രഹമായ ഒരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വ്യക്തിയാണല്ലോ ഏലിയാവ്. ഏലിയാവ് എന്ന പേരിൻ്റെ അർത്ഥം യഹോവ എൻ്റെ ദൈവം എന്നാണ്. പ്രത്യേകിച്ച് ആ പേരിന് വലിയൊരു പ്രാധാന്യമുണ്ട്. നമ്മൾ ഈ ചിന്തിക്കുന്ന വേദഭാഗം ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഇരുളടഞ്ഞതായ ഒരു കാലമായിരുന്നു. പ്രത്യേകിച്ച് വടക്കൻ രാജ്യം ജീവനുള്ളവനായ യഹോവയായ ദൈവത്തെ വിട്ടകന്ന് ബാൽ എന്ന് പറയുന്നതായ ദൈവത്തെ ഭജിക്കുവാൻ ആരംഭിച്ചതായൊരു കാലം. രാജ്യത്തിലെ ഭൂരിപക്ഷ പേരും ജീവനുള്ള യഹോവയായ ദൈവത്തെ ത്യജിച്ചിട്ട് ബാൽ ദൈവത്തെ അവർ ആരാധിക്കാൻ തുടങ്ങിയ ഒരു കാലം. ഭരിക്കുന്നവർ പോലും അതിൻ്റെ പ്രൊമോട്ടർമാരായി നിൽക്കുന്നതായ കാലം. അങ്ങനെയുള്ള ഒരു വല്ലാത്ത കാലത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഏലിയാവ്. സാധാരണയായിട്ട് ഇങ്ങനെയുള്ള വേദപുസ്തക പുരുഷന്മാർ അവരുടെ ജനനം, അവരുടെ ബാല്യകാലം, അവരുടെ ജീവിതം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശുദ്ധ വേദപുസ്തകത്തിൽ പരാമർശിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഏലിയാവിനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജനനത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ ഭവനത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ ആദ്യ ചരിത്രത്തെക്കുറിച്ചോ ഒന്നും പറയാതെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന ഒരു വ്യക്തി എന്ന പോലെ രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇതെല്ലാം നമുക്ക് ഒരു പ്രധാനപ്പെട്ട പാഠം നൽകുന്നുണ്ട്. ഏലിയാവിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാവുന്നതുപോലെ വളരെ മറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നത്തെ കാലം നമുക്കറിയാം, ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതോടുകൂടെ ധാരാളം ആളുകൾ പരസ്യമായി വെളിപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ധാരാളം പേർ ആഘോഷിക്കപ്പെടുന്ന ഒരു കാലം കൂടിയാണ്. പക്ഷേ ഏലിയാവ് മറഞ്ഞിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഏലിയാവ് മനുഷ്യർക്ക് മറഞ്ഞിരുന്ന ഒരു വ്യക്തിയാണെങ്കിലും ദൈവത്തിന് മറഞ്ഞിരുന്ന ഒരു വ്യക്തിയല്ല. നമ്മെക്കുറിച്ചും ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. നാം ലോകത്തിന് മറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ദൈവത്തിന് മുമ്പാകെ മറയപ്പെടാത്ത ഒരു വ്യക്തിയായി ഇരിക്കുന്നെങ്കിൽ തക്ക സമയത്ത് ദൈവം നമ്മെ ലോകത്തിന് വെളിപ്പെടുത്തുന്നതായ ദൈവമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിന് നമ്മൾ മറയാതിരിക്കുക എന്ന് പറയുന്നത് ദൈവത്തോടു കൂടെയുള്ള നമ്മുടെ ആത്മീയ ജീവിതവും നമ്മുടെ പ്രാർത്ഥനാ ജീവിതമാണ്. ഏലിയാവിൻ്റെ പ്രത്യേകത, അവനൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. നമുക്ക് ആ കാര്യങ്ങൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നില്ലെങ്കിലും ഈ കാര്യത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് യാക്കോബ് അപ്പോസ്തലൻ തൻ്റെ പുസ്തകത്തിൽ പറയുന്നതായ കാര്യം നമ്മളെന്ന് വായിക്കുന്നത് നന്നായിരിക്കും. യാക്കോബ് 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അപ്പോൾ ഒരു പ്രാർത്ഥന മനുഷ്യൻ, കേവലം ഒരു പ്രാർത്ഥന മനുഷ്യനല്ലായിരുന്നു, മറിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്നതായ ഒരു മനുഷ്യനായിരുന്നു. നമ്മളുടെ പ്രാർത്ഥനാ ജീവിതവും കേവലം ഒരു പ്രാർത്ഥനയല്ല, ഒരു റെഗുലർ പ്രെയർ പോലെ പോകാനുള്ളതല്ല, മറിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കി നാം പ്രാർത്ഥിക്കുന്നവരായി തീരണം. എന്താണ് താൻ കാര്യങ്ങളെ മനസ്സിലാക്കിയത്? ഇവിടെ ഏലിയാവ് എന്താണ് പ്രാർത്ഥിക്കുന്നത്? താൻ പ്രാർത്ഥിച്ചു, മഴ പെയ്യരുത്. എങ്ങനെ പ്രാർത്ഥിച്ചു? 3 സംവത്സരവും 6 മാസവും മഴ പെയ്യരുത്. നമ്മൾ ഓർക്കും ഇതൊരു ചുമ്മാ പെട്ടെന്നൊരു ഫ്ലോയിൽ താൻ പറഞ്ഞതായ കാര്യമാണ്. അങ്ങനെയല്ല, മറിച്ച് അന്ന് ആളുകൾ കൂടുതൽ പേരും ബാൽ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു. ബാൽ ദൈവം എന്ന് പറയുന്നത് ആകാശത്തിൻ്റെയും അതുപോലെ മഴയുടെയും പ്രകൃതിയുടെയും ദേവനായിട്ട് അവർ ചിത്രീകരിച്ചിരുന്നു. അപ്പോൾ ബാൽ ദൈവത്തെ വിശ്വസിച്ചപ്പോൾ അവർ വിശ്വസിച്ചത്, ഈ ബാൽ ദൈവം ഞങ്ങൾക്ക്
ഇങ്ങനെയുള്ള പ്രകൃതി അനുഗ്രഹങ്ങളെല്ലാം നൽകുമെന്നാണ്. പക്ഷേ ഏലിയാവ് എന്ത് ചെയ്തു? യഹോവ എൻ്റെ ദൈവം എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന ഏലിയാവ്, ആ ജീവനുള്ള ദൈവം ബാൽ ദൈവത്തെക്കാളും വലിയവനും ശക്തനും യഥാർത്ഥ ദൈവമാണെന്ന് ദേശത്തെ തെളിയിക്കുവാൻ ഉള്ളതായ ആ വലിയ എരിവ്, ജിജ്ഞാസ ഏലിയാവിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഏലിയാവ് പ്രാർത്ഥിച്ചത്, ദൈവമേ നീ ആരാണെന്ന് ദേശം അറിയണം. ഏലിയാവ് ആരാണെന്ന് ദേശം അറിയല്ല വേണ്ടത്, എൻ്റെ ദൈവം ആരാണെന്ന് ദേശം അറിയുവാനിടയായിത്തീരണം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ ദേശത്ത് വെളിപ്പെടുക എന്നുള്ളതല്ല നമ്മുടെ ആഗ്രഹം, അതായിരിക്കരുത് നമ്മുടെ ആഗ്രഹം. മറിച്ച് എൻ്റെ ദൈവം ദേശത്തിന് വെളിപ്പെടണം, എൻ്റെ ദൈവം ആരാണെന്ന് ദേശം കാണണം എന്നുള്ളതായ ഒരു വലിയ ആഗ്രഹം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ ദൈവം നിന്നെക്കൊണ്ട് എന്നെക്കൊണ്ട് അത് ചെയ്തതായ ദൈവമാണ്. താൻ പ്രാർത്ഥിച്ചു, ദൈവമേ മഴ പെയ്യരുത്. തനിക്കറിയാം ഈ മഴ 3 വർഷവും 6 മാസം പെയ്തില്ലെങ്കിൽ തൻ്റെ കാര്യവും കഷ്ടത്തിലാകുമെന്ന് ഏലിയാവിനറിയാം. പക്ഷേ ഏലിയാവിനത് പ്രശ്നമല്ല. കാരണം ഏലിയാവിൻ്റെ കോസ് എന്ന് പറയുന്നത്, കാരണമെന്ന് പറയുന്നത് അത് വളരെ ജെന്യുവനായിരുന്നു. ദൈവനാമത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സ്വന്തം കാര്യങ്ങളെപ്പോലും മറന്നുകൊണ്ട്, സ്വന്തം നന്മകളെപ്പോലും അവഗണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന ഏലിയാവിനെയാണ് നമുക്കിടെ കാണുവാൻ കഴിയുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം? നമ്മുടെ സ്വന്തമായ കാര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുകയും നിന്നിലൂടെ ദൈവം ദേശത്ത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയും ചെയ്യുന്നതായ ദൈവമാണ്. ഏലിയാവ് താൻ പ്രാർത്ഥിച്ചു, ദൈവമേ മഴ പെയ്യരുത്, മഴ പെയ്യാതെ ആകാശത്തെ അടയ്ക്കണം. ആ ഒരു ഉറപ്പ് ഏലിയാവ് പ്രാപിക്കുക. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ പ്രാർത്ഥനയിലും പ്രാർത്ഥിച്ച് നമ്മൾ ഉറപ്പുകളെ പ്രാപിക്കണം. അതേ ഞാൻ വിശ്വസിക്കുന്നു, ദൈവം അപ്രകാരം ചെയ്യുമെന്ന്. കേവലം ഒരു സംശയത്തോടു കൂടിയുള്ള വിശ്വാസമല്ല, പൂർണ്ണമായി ഉറപ്പ് താൻ പ്രാപിച്ചിട്ട് അത് അനൗൺസ് ചെയ്യുവാൻ, അത് പ്രഖ്യാപിക്കുവാൻ കടന്നു ചെല്ലുന്ന ഏലിയാവിനെയാണ് നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നത്. താൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞതല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല. അപ്പോൾ നോക്കിക്കേ, എത്ര ധൈര്യത്തോടു കൂടിയാണ് ഈ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നത്. ഈ രാജാവാണ് ബാൽ ദൈവത്തിൻ്റെ നമ്പർ 1 പ്രൊമോട്ടർ. പക്ഷേ അദ്ദേഹത്തിന് മുമ്പിൽ ചെന്ന് താൻ സേവിക്കുന്ന ബാൽ ദൈവത്തെ തുച്ഛീകരിച്ചുകൊണ്ട് ഏലിയ പറയുന്നു, എൻ്റെ ദൈവം ആകാശത്തെ അടയ്ക്കാൻ പോകുകയാണ്. എന്താ സംഭവിച്ചത്? 3 വർഷവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. ക്ഷാമങ്ങളുടെ ദേശം വലയുവാനിടയായി തീർന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ദൈവത്തോടുള്ള ബന്ധം, നിങ്ങൾക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ ദേശത്തെക്കുറിച്ചുള്ള ഭാരം അവ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. നീ മറിഞ്ഞിരിക്കുന്ന വ്യക്തിയായിരിക്കാം, പക്ഷേ തക്ക സമയത്ത് ദൈവം തന്നെ വെളിച്ചത്ത് കൊണ്ടുവരുന്നവനായ ദൈവമാണ്. ഇന്ന് നമുക്ക് എത്ര പേർക്ക് ഈ വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാൻ ആഗ്രഹമുണ്ട്? ഏലിയാവിനെ പോലെ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു ഏലിയാവ്. പക്ഷേ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന മനുഷ്യനായിരുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അപ്രകാരം നിങ്ങൾക്കുമായിരിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഏലിയാവിനെ പോലെ ദൈവത്തിൻ്റെ മുമ്പാകെ വിശ്വസ്തനായി നിൽക്കുവാൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ അങ്ങ് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്പെയിനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ആത്മീയമായ ഏത് സഹായവും ഞങ്ങൾ നൽകുവാൻ തയ്യാറാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.